വിശദമായ വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കോൺഗ്രസിന്റെ മഹാജനസഭ ഇന്ന് തൃശൂരിൽ നടക്കും. ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ മഹാജനസഭ ഉദ്ഘാടനം ചെയ്യും. മഹാജനസഭയ്ക്ക് മുന്നോടിയായി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം തൃശൂരിൽ ചേർന്നു. ലോക്സഭാ സീറ്റ് ചർച്ചകൾ ഭംഗിയായി പൂർത്തിയാക്കുമെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. ലീഗുമായി പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ കാലത്തും സൌഹൃദത്തിലാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ച ഒരു ദിവസം കൊണ്ട് പൂർത്തിയാകില്ല. ഇന്നത്തെ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് പ്രധാന അജണ്ട. സിറ്റിംഗ് എംപിമാർ മത്സരിക്കുന്ന കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു. അത്ര പെട്ടെന്നൊക്കെ സ്ഥാനാർത്ഥി നിർണയം നടക്കുമോ? പിന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ചർച്ചയല്ല, ഈ ഇലക്ഷനെ കുറിച്ചും പാർട്ടി എങ്ങനെ, മുന്നണി എങ്ങനെ ഈ ഇലക്ഷൻ ഫേസ് ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള താത്വികമായ ചർച്ചയാണ്, അല്ലാതെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ കാലവും അതൊക്കെ ഞങ്ങള് മുന്നണിക്കകത്ത് അതൊക്കെ സൗഹാർദ്ദം എല്ലാ കാലവും തീർന്നിട്ടുണ്ട്, എക്കാലവും തീരും. ഞങ്ങൾ തമ്മിലുള്ള ഒരു തർക്കവും ഉണ്ടാവില്ല. നമ്മൾ വളരെ സൗഹാർദ്ദപൂർവ്വം UDF ഇലക്ഷൻ ഫേസ് ചെയ്യും. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം അതൊക്കെ തീരുമാനിക്കേണ്ടത് പിന്നീടാണ്, പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യം വിശദമായി ചർച്ച നടത്തുമെന്ന് VD സതീശൻ. ലീഗിന്റെ അർഹതയെ ചോദ്യം ചെയ്യില്ല, പ്രായോഗികമായി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. അതെല്ലാം ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യാണ് ലീഡർഷിപ്പായിട്ട്. അവരുടെ ഒരു ഡിമാൻഡാണ്, അവർക്ക് അർഹതപ്പെട്ട ഒരു ഡിമാൻഡാണ്. ഞങ്ങൾ അവരുടെ അർഹതയെ ഒരു കാരണവശാലും ചോദ്യം ചെയ്യില്ല. പിന്നെ നമുക്ക് പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇന്നത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് പരിശോധിക്കുകയൊക്കെ വേണം. അവർ കോൺഗ്രസിനോടൊപ്പം ആത്മാർത്ഥമായി നിൽക്കുന്ന ഘടകകക്ഷിയാണ്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിശ്വാസമുള്ള ഒരു ഘടകകക്ഷിയാണ്. നമുക്ക് ഈ UDFന്റെ ഒരു ബാക്ക് ബോണാണ് അവർ. അപ്പോൾ അവർ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഞങ്ങളുമായിട്ട് ആലോചിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. 3 സീറ്റ് ചോദിക്കാൻ ലീഗിന് യോഗ്യതയുണ്ടെന്ന് കെ മുരളീധരൻ. അത് മുൻപ് കൊടുത്ത ചരിത്രവുമുണ്ട്. ആവശ്യം കോൺഗ്രസിന്റെ പരിഗണനയിലാണ്. ഹൈക്കമാൻഡുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ലീഗുമായി ചർച്ച നടത്തുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. അതില് അവരുടെ ഡിമാൻഡ് മുന്നോട്ട് വെച്ചു. അത് പാർട്ടിയുടെ പരിഗണനയിലാണ്. ആ കാര്യങ്ങളൊക്കെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് 5-ാം തീയതി ലൈസൺ കമ്മിറ്റിക്ക് മുമ്പ് ലീഗുമായിട്ടുള്ള ഫൈനലായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട്. അതിനുശേഷം കാര്യങ്ങൾ 5-ാം തീയതി തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കും. അല്ല, അതിങ്ങനെ ഈ എല്ലാത്തിനും പുറത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. ലീഗിന് ചോദിക്കാൻ യോഗ്യതയുണ്ട്, അതവർ ചോദിച്ചു. കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്ത് അവരുമായി കൂടെ ഒരു ഫൈനൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ അറിയിക്കും. തീർച്ചയായിട്ടും അവർക്ക് മുമ്പ് കൊടുത്തിട്ടുണ്ട്. 3 സീറ്റ് അവർക്ക് നൽകിയിട്ടുണ്ട്. അതിലൊരു സീറ്റ് അത് തിരിച്ചു തന്നിട്ടുമുണ്ട്. 1991 വടകര സീറ്റ് അന്ന് അവർക്കൂടെ സ്വീകാരനായ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് രത്നസിംഗ് മത്സരിച്ചത്. അതുകൊണ്ട് കൊടുത്തിട്ടുള്ള ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം പാർട്ടി ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടതിന് ശേഷം അവരുമായിട്ട് ഒരു ചർച്ച കൂടെ നടത്തി ഫൈനലൈസ് ചെയ്യും. അതിലൊരു തർക്കം ഉണ്ടാവില്ല. ഒരിക്കലും UDFന്റെ അകത്ത് സീറ്റ് വിഭജനത്തിൽ ഒരു തർക്കം ഉണ്ടാവില്ല. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഈ മഹാജനസഭ വലിയ വിജയമാക്കാനുള്ള തീരുമാനത്തിലാണല്ലോ കോൺഗ്രസ്. എപ്പോഴാണ് ആരംഭിക്കുക? മല്ലികാർജ്ജുൻ ഖർഗെയാണ് ഉദ്ഘാടകൻ. ഏത് സമയത്തായിരിക്കും തുടങ്ങുക? അശ്വതി, കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് കോൺഗ്രസിന്റെ മഹാജനസഭയ്ക്ക് അല്പസമയത്തിനകം തന്നെ തുടക്കമാകും. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലാണ് ഈ മഹാജനസഭ നടക്കുന്നത്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. KPCC അധ്യക്ഷൻ കെ സുധാകരനാണ് അധ്യക്ഷൻ. സംസ്ഥാനത്തെ 25,177 ബൂത്തുകളിൽ നിന്നാണ് പ്രതിനിധികൾ എത്തുക. ബൂത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. അങ്ങനെയുള്ള 75,000 പേർ, ഒപ്പം തന്നെ മണ്ഡലം മുതൽ AICC വരെയുള്ള നേതാക്കൾ, അങ്ങനെ ഏതാണ്ട് 1 ലക്ഷത്തോളം പേർ ഇന്ന് നടക്കുന്ന മഹാജനസഭയിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബൂത്ത് ശാക്തീകരണത്തിലൂടെ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ അടിമുടി മാറ്റം കൊണ്ടുവരിക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ മഹാജനസഭ സംഘടിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി പോകുമ്പോൾ ഭാരത് ജോഡോ ന്യായ്
യാത്ര ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ മല്ലികാർജുൻ ഖാർഗെ ഇത്തരത്തിൽ യോഗങ്ങൾ വിളിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് മഹാജനസഭ ചേരുന്നത്. നമുക്കറിയാം BJPയും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ടത് ഇവിടെ നിന്ന് തന്നെയായിരുന്നു. ബൂത്ത് തലം വരെയുള്ള ഭാരവാഹികളുമായി AICC അധ്യക്ഷൻ നേരിട്ട് സംവദിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പ്രവർത്തകർക്ക് ഊർജം പകരുക എന്ന ലക്ഷ്യത്തിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു മഹാജനസഭ കോൺഗ്രസ് നടത്തുന്നത്. ബൂത്ത് വൈസ് പ്രസിഡന്റുമാരായ എല്ലാ വനിതകളെയും ഈ യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ഒരു പോർമുഖം തുറക്കുക എന്നതാണ് മഹാജനസഭ ലക്ഷ്യമിടുന്നത്. ഇരു സർക്കാരുകളുടെയും, അതായത് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ഇരു സർക്കാരുകളുടെയും ഫാസിസ്റ്റ് ജനാധിപത്യ വിരുദ്ധ നടപടികളെ ഗൃഹസന്ദർശനം നടത്തി നേതാക്കൾ വിശദീകരിക്കുന്നതുൾപ്പെടെയുള്ള പരിപാടികളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. KPCC പ്രസിഡന്റ് K സുധാകരന്റെ അധ്യക്ഷതയിലാണ് ഈ മഹാജനസഭ സംഘടിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഈ മഹാജനസഭ സംഘടിപ്പിക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പരിപാടികളിലേക്ക് കടക്കാനാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത്. അതിന്റെ ഭാഗമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗവും ഇന്ന് തൃശൂരിൽ ചേർന്നു. KPCC അധ്യക്ഷൻ K സുധാകരൻ, ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. നിലവിൽ K സുധാകരൻ ഒഴികെയുള്ള എല്ലാ സിറ്റിംഗ് MPമാരും മത്സരിക്കാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ മാത്രമാണ് മറ്റ് സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടതുള്ളൂ എന്ന ഒരു തീരുമാനത്തിലാണ് നേതാക്കൾ ഇപ്പോഴുള്ളത്. അതിനുവേണ്ടി ഒരു ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ആക്കം കൂട്ടുന്നത്. നമുക്കറിയാം, ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലും തൃക്കാക്കര തെരഞ്ഞെടുപ്പിലും ഏറ്റവും എളുപ്പത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിച്ചിരുന്നു. അത് വിജയത്തിലേക്ക് നയിച്ചു എന്നൊരു വിലയിരുത്തലും കോൺഗ്രസിന്റെ പക്ഷത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് ഏറ്റവും വേഗത്തിൽ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള നീക്കവുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സ്ഥാനാർത്ഥികളെ വേഗം നിശ്ചയിക്കുന്നത് നേട്ടം കൊയ്യാൻ സഹായിക്കും എന്നാണ് വിലയിരുത്തൽ. ഒപ്പം തന്നെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും കോർഡിനേറ്റർമാരെയും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് കോൺഗ്രസിന്റെ മഹാജനസഭ ചേരുകയാണ്. കോൺഗ്രസിന്റെ ഒരു ശക്തി പ്രകടനം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ 1 ലക്ഷത്തോളം ആളുകളെ പങ്കെടുപ്പിക്കും എന്നാണ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. മഹാജനസഭ 3:30 ആരംഭിക്കുക. ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം